അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 105 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാരുടെ ഇടയിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്കുകളാണിത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവിനിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 105 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പാണ് കർത്താവ് നമുക്ക് തരുന്നത്. അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ എന്നാണ് ആ മുന്നറിയിപ്പ്. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്ന് 106-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ കൂടി ദൈവാത്മാവ് നമുക്ക് തരുന്ന സന്ദേശങ്ങൾ ഏവയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമപ്പണി ചെയ്തിരുന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചതിനാൽ മോശയെ ദൈവം അവരുടെ ഇടയിലേക്ക് ഒരു രക്ഷകൻ്റെ വേഷത്തിൽ അയച്ചു. ദൈവം നിങ്ങളെ ഈ കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമെന്ന സുവിശേഷത്തിന് ജനം നല്ല രീതിയിൽ പ്രതികരിച്ചില്ല. നീതിമാനായ ദൈവം മോശയിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിസ്രയീമിനെ ശിക്ഷിക്കുവാനായി പല ബാധകൾ വരുത്തി. മോശയിൽ കൂടി ജനത്തെ വിട്ടയക്കണമെന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണെന്ന് ഫറവോൻ മനസ്സിലാക്കുവാനാണ് ഓരോ ബാധയും കർത്താവ് വരുത്തിയത്. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം നടത്തിയപ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും മിസ്രയീമ്യർ ഓടിച്ചു വിട്ടു. അങ്ങനെ ഇസ്രായേൽ ജനം യാത്രാമധ്യേ ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു. മുമ്പിൽ ചെങ്കടലും പിൻപിൽ ഫറവോനും സൈന്യവും ഇരുപുറവും പർവ്വതനിരയും ആയതിനാൽ ജനം ചിന്തിച്ചു, ഇതോടെ അവരുടെ ജീവിതം ഫറവോൻ്റെയും സൈന്യത്തിൻ്റെയും വാളുകൊണ്ട് തകരുമെന്ന്. എന്നാൽ മിസ്രയീമിൽ വെച്ച് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും അവർ ഓർക്കാതിരുന്നതിനാൽ ജനം മോശയോട് പറയുകയാണ്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ വെച്ച് കൊല്ലുവാനായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത്. ജനം അങ്ങനെ പറഞ്ഞ് ദൈവത്തെ വേദനിപ്പിച്ചെങ്കിലും ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിൽ ചെങ്കൽപ്പാത ഒരുക്കി. മിസ്രയീമിൽ വെച്ച് യഹോവ ജനത്തിനു വേണ്ടി നടത്തിയ ന്യായവിധിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ജനം ഓർത്തിരുന്നെങ്കിൽ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയിൽ അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇന്ന് നാം ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം ഒരു വിടുതൽ തന്നിട്ടുണ്ടോ എന്ന് ഓർക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും നാം ഓർത്തിരിക്കണം. കാരണം ആ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പ്രതിസന്ധികളിൽ നാം തളരാതിരിക്കുവാൻ ഇടയാവുകയും ദൈവത്തിൽ വിശ്വസിക്കുവാൻ മുഖാന്തരമാവുകയും ചെയ്യും. നാം യേശുവിൽ വിശ്വസിക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നാം യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നത് സാത്താനെ സന്തോഷിപ്പിക്കുമെന്ന് നാം ഓർക്കണം. മറ്റാരും ഇന്നുവരെയും ചെയ്യാത്ത അത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ മിടുക്കന്മാർ എന്നും തങ്ങൾ ദൈവങ്ങളാണെന്നും പറയുന്ന വ്യക്തികളോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ബൈബിളിലുണ്ട്. നിന്നെ കുത്തിക്കൊല്ലുന്നവരോട് നീ ദൈവമാണെന്ന് പറയുമോ എന്ന് യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യാതെ ജീവിക്കണം എന്ന് മാത്രമാണ് യേശു നമ്മോട് പറയുന്നത്. കാരണം യേശു പാപത്തെ വെറുക്കുന്നു. സാത്താൻ പാപത്തെ സ്നേഹിക്കുന്നവനാണെന്ന് നാം ഓർക്കണം. ഒരു അത്ഭുതം പോലും പ്രവർത്തിക്കുവാൻ കഴിവില്ലാതെ അനേകം കോടി ദൈവങ്ങൾ ഭൂമിയിലെല്ലാ വൻകരയിലുമുണ്ട്. ഒരു അത്ഭുതം പോലും പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത അനേകം കോടി ദൈവങ്ങൾ ഭൂമിയിലെല്ലാ വൻകരയിലുമുണ്ട്.
സമാധാനം തരുവാനോ, സംരക്ഷണം തരുവാനോ, രോഗസൗഖ്യം തരുവാനോ, മരണത്തിന് ശേഷം നിത്യജീവൻ തരുവാനോ യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട എന്നും യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടന് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, ചികടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞ ചതുർദ്രഹ്മപ്പണം എടുപ്പിച്ച് കരം കുടിപ്പിച്ചു, അനേകം രോഗികളെ സുഖപ്പെടുത്തി, ഭൂതഗ്രസ്തരെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും സൗഖ്യമാക്കി, 18 വർഷമായി കൂനിയായ സ്ത്രീയെ സാത്താനിൽ നിന്നും രക്ഷിച്ചു, 32 വർഷമായി തളർന്നു കിടന്ന ബെഥസ്ത കുളക്കരയിലെ കിടപ്പ് രോഗിയെ യേശു സൗഖ്യമാക്കി, വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കി, 12 സംവത്സരമായി രക്തസ്രാവ രോഗിയായിരുന്ന സഹോദരിയെ യേശു സൗഖ്യമാക്കി. ചിലർ യേശുവിനെ തൊട്ടപ്പോഴും യേശുവിനെ തൊട്ടപ്പോഴും ചിലരെ യേശു തൊട്ടപ്പോഴും സൗഖ്യമായി. മരണഭീതിയിലായിരുന്ന ജനത്തിന് മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് തെളിയിക്കുവാനായി യേശു മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരിച്ചതിന് ശേഷം ഒരു പുനരുദ്ധാനമുണ്ടെന്ന് തെളിയിക്കുവാനായി യേശു പുനരുദ്ധാനം ചെയ്തു. അനേകർ അത് കാണുകയും ചെയ്തു. ഇനി പറയൂ, യേശു ചെയ്ത അത്ഭുതങ്ങൾ മറ്റാരാണ് ചെയ്തത്? ഈ പറഞ്ഞ അത്ഭുതങ്ങളിൽ ഏത് അത്ഭുതമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾ നാം ഓർക്കുമ്പോൾ അത് തന്നെ മറ്റൊരു മിറക്കിൾ നടക്കുവാൻ ഇടയായിത്തീരും. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറന്നു കളഞ്ഞതിനാൽ അവർ ദൈവത്തോട് പാപം ചെയ്യേണ്ടി വന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു തന്നിട്ടുള്ള കൽപ്പനകൾ നാം പ്രമാണിച്ചാൽ യേശു ചെയ്തതിലും വലിയ പ്രവൃത്തികൾ പ്രവർത്തിക്കുവാൻ യേശു നമ്മെ അധികാരപ്പെടുത്തും. ആകയാൽ യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ്റെ ന്യായപ്രമാണങ്ങളും നമുക്ക് ഓർക്കാം. ദൈവം വെറുക്കുന്ന യാതൊരു പാപവും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തി ജീവിക്കാം. ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ കണ്ടെത്തിയത് അനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കുകയും ചെയ്യാം. നിത്യജീവനും നമുക്ക് അവകാശി ആയിത്തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരത്തിൻ്റെ മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.